നമസ്കാരം. നിതിൻ രാജിൻ്റെ മരണത്തിൽ ഓൾ കേരള മെൻസ് അസോസിയേഷന് അതിയായ ഖേദമുണ്ട്. ദുഃഖമില്ല എന്നല്ല, തീർച്ചയായിട്ടും അയാളുടെ മരണത്തിന് കാരണക്കാരനായിട്ടുള്ളവരെ അറസ്റ്റ് ചെയ്യുക തന്നെ വേണം. ജാമ്യം കൊടുക്കുവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അവരെ അറസ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുവാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ, ശ്രീലക്ഷ്മി അറയ്ക്കൽ എൻ്റെ പേര് ഉപയോഗിച്ചതായിട്ട് ഞാൻ കണ്ടു. വീഡിയോ എനിക്ക് കുറച്ച് പേര് അയച്ചു തന്നു. ഞങ്ങളൊക്കെ എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്ന് ചോദിച്ചിട്ട്. അത് ഒരു ദളിത് യുവാവായതുകൊണ്ടാണോ എന്നുള്ളതാണ് ചോദ്യം. എൻ്റെ കാസ്റ്റല്ല ശ്രീലക്ഷ്മി അറയ്ക്കൽ. കാരണം എനിക്ക് ഒരു ജാതിയേ ഉള്ളൂ, രണ്ട് ജാതിയേ ഉള്ളൂ, ഒന്ന് ആണും മറ്റൊന്ന് പെണ്ണും. അപ്പോൾ എൻ്റെ ജാതിയല്ല ശ്രീലക്ഷ്മി അറയ്ക്കൽ. ശ്രീലക്ഷ്മി അറയ്ക്കൽ പെണ്ണാണെന്ന് പറയുന്നു. ഒരു സ്ത്രീ എന്ന് പറയാൻ പറ്റില്ല. സ്ത്രീ ആകണമെങ്കിൽ അവളൊരു അമ്മയാകണം, അപ്പോഴാണ് ഒരു സ്ത്രീ എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇടപെടാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഹർത്താൽ വരെ നടത്തണമെങ്കിൽ അത് അത്രയും ടോപ്പ് ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാര്യത്തിൽ കയറി തള്ളിച്ചെന്ന് അവിടെ ഒരു ഹീറോയിസം കാണിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇടപെടാത്തത്. കാര്യം നല്ല രീതിയിൽ മറ്റുള്ളവർ ഒരുപാട് പേര് പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ അനാവശ്യമായിട്ട് അതിൽ കയറി പോകേണ്ട കാര്യമില്ല. നമ്മൾ ദീപകിൻ്റെ വിഷയം എന്തുകൊണ്ട് ഇടപെട്ടു എന്ന് പറഞ്ഞാൽ, വേറൊരാളില്ല അവിടെ. ആ കേസ് വിജയിപ്പിക്കണമെങ്കിലും ഷിംജിതെ അറസ്റ്റ് ചെയ്യണമെങ്കിലും അവിടെ ഞാനും എൻ്റെ സംഘടനയും തന്നെ പോകണം. എന്നാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ എന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു, ഞങ്ങളുടെ സംഘടനയിലുള്ളവർക്ക് ബോധ്യമുണ്ടായിരുന്നു, സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ പോയി ആ കേസ് വിജയിപ്പിച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഇവിടെ വരുമ്പോൾ ഈ കേസിൽ വരുമ്പോൾ കേരളം മൊത്തം, ഞാൻ ഹർത്താലിനെതിരാണ്, ഹർത്താൽ ബന്ധമെന്നൊക്കെ പറഞ്ഞാൽ എതിരാണ്. പക്ഷേ എന്നാൽ പോലും ഇത് ഇന്ന് നടത്തുന്ന ഹർത്താൽ നടത്തേണ്ടത് തന്നെയാണ്. അതൊരു എന്താ പറയുക, ഒരു യുവാവിൻ്റെ ജീവന് വേണ്ടിയിട്ട്, അവൻ്റെ ജീവൻ്റെ വിലയാണ്, എന്താ പറയുക, ആ മാനസിക വ്യതയിലാണ് ചെയ്യുന്നത്. പക്ഷേ യാത്രക്കാരെയും മറ്റുള്ളവരെയൊന്നും ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിൽ കഴിഞ്ഞ ഒരു ഹർത്താലിന് ഞാനും പെട്ടുപോയതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകാതിരിക്കട്ടെ. ഹർത്താലുകൾ വയ്ക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല, വിയോജിപ്പാണ്. പക്ഷേ ഇന്ന് നടത്തേണ്ടത് തന്നെയാണ്. പക്ഷേ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകുകയും വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിതിൻ രാജിന് ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക്, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കരച്ചിൽ ഞാൻ മാധ്യമങ്ങളിൽ കൂടി കണ്ടതാണ്, കേട്ടതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ട്, അതിന് യാതൊരു മാറ്റവുമില്ല. ഇന്നത്തെ ഹർത്താലിനോട് പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിക്കുകയാണ്, ഒരു മാറ്റവുമില്ല. പക്ഷേ സംഘടന ഇടപെട്ട് കഴിഞ്ഞാൽ ഹർത്താലും ഒന്നുമല്ല നടത്തുന്നത്, അറസ്റ്റ് ചെയ്യിപ്പിച്ചിരിക്കും. അല്ല, ജാമ്യം എടുക്കാനുള്ള സമയമൊന്നും കൊടുക്കില്ല. പക്ഷേ അതിനേക്കാളും ഒരുപാട് ടീംസുകൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് കൊണ്ട് അവർ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, നമുക്ക് വിജയം കണ്ടാൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ്. എന്തായാലും നിതിൻ രാജിന് നീതി കിട്ടണം. കുറ്റക്കാരായിട്ടുള്ളവർ എത്ര വലിയ ഉന്നതരായാലും ശരി തന്നെ അവരെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരണം, അറസ്റ്റ് ചെയ്യണം, റിമാൻഡ് ചെയ്യണം, ജയിലിലടയ്ക്കണം. യാതൊരു മാറ്റവുമില്ല. ശക്തമായിട്ടുള്ള നിലപാട് തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവുമില്ല. അപ്പോൾ അത് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഉണ്ടായില്ല എങ്കിൽ ഞാൻ നിതിൻ രാജിൻ്റെ പിതാവുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കും. അതിനുശേഷം, കാര്യം ഇന്ന് 6 മണി വരെയാണല്ലോ ഹർത്താൽ, അത് കഴിഞ്ഞതിന് ശേഷം നടപടികൾ ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ട് വേണ്ടുന്ന അടുത്ത നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒത്തിരി കടുത്ത പരിപാടികളായിരിക്കും പോകുന്നത്. കടുത്ത നിലപാടിൽ കൂടി കടുത്ത എന്താ പറയുക, ഹർത്താലാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ, നമ്മുടെ സംഘടനയുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ അത് വേറൊരു ലെവലിലാണ്. ആ റൂട്ടിലേക്ക് പോവും, അറസ്റ്റ് ചെയ്യിപ്പിക്കും, വിജയിപ്പിക്കും എന്നുള്ളതിന് യാതൊരു മാറ്റമില്ല. അപ്പോൾ തീർച്ചയായിട്ടും കോടതിയിൽ നിന്ന് നിതിൻ രാജിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞാൽ ജാമ്യം കൊടുക്കാതിരിക്കട്ടെ, അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുൻപിൽ ഹാജരാകാൻ പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അതാണ് ഒരു ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കോടതി നടപടി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. ഞങ്ങളുടെ നിലപാട് കൃത്യമായിട്ട് പറയുകയാണ്. ഈ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യൂ, നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തൂ. താങ്ക് യു.
അതുമാത്രവുമല്ല, ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ 50-50 എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും കൂടി വരാൻ പോവുകയാണ്. അതിലും നിങ്ങളെല്ലാവരും കേരളത്തിൽ മൊത്തം ജനത, കാരണം ഇത് നിങ്ങൾക്കാണ്. 50-50 എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ ഇവിടെ ഒരുപാട് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നുണ്ട്. ആ ചൂഷണം ഇതിലുണ്ടാവില്ല. 50-50, 50% സ്ത്രീകൾ കൃത്യമായിട്ടും ഈ പാർട്ടിയിൽ ഉണ്ടാവും. അവർ നേതൃത്വം കൊടുക്കും. പക്ഷേ പുരുഷന്മാരും 50% ഉണ്ടായിരിക്കും, ഒരു മാറ്റവുമില്ല. അതിൽ കൂടിയും കുറഞ്ഞും നിൽക്കില്ല. ഇവിടുത്തെ അനീതിക്കെതിരെ പോരാടാൻ സ്ത്രീകൾ ഉൾപ്പെടെ ഇറങ്ങി വരുന്നവരെ നമ്മൾ കൂട്ടത്തിൽ കൂട്ടും. യാതൊരു മാറ്റവുമില്ല. നന്ദി, നമസ്കാരം.